ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവർ രാവിലെ എഴുന്നേക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അവൻ കളിക്കുക അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണെന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മളൊരു 9:30-10 മണിയാകുമ്പോഴേക്കും ഫുഡ് കൊടുക്കുന്നതാണ്. അവൻ പറയാൻ സമ്മതിക്കണില്ല. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു, കട്ടൻ ചായ ഒന്നും കുടിച്ചുകൂടാന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഡോക്ടർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ അറിയാലോ, ചായക്ക് വലിയ ബെനിഫിറ്റ്സ് സൈഡ് എഫക്ട്സ് അല്ലാതെ. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കാമെന്നൊരു പിടിയില്ല. നമുക്ക് നോക്കാം. ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പ് ഞാൻ രാവിലെ ഇട്ടത് ദോശ ഉണ്ടാക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇഡ്ഡലിയാണ് എളുപ്പം, പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇഡ്ഡലിയൊക്കെ തന്നെ ആയിരുന്നു. നമുക്കൊന്നും ദോശ ഉണ്ടാക്കാം. നിങ്ങൾ ചട്ടി കണ്ട് പേടിക്കണ്ട, എനിക്ക് വേറെ ചട്ടി ഉണ്ട്. എനിക്ക് പക്ഷേ ഈ ചട്ടിയിൽ ഉണ്ടാക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അത് ചായക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ബൈ ഗൈസ്. അറിയാൻ പാടില്ല എന്ത് പറ്റിയെന്ന്. സാധാരണ ശരിയാവുള്ളൂ, എന്താ ശരിയായില്ല. ചട്ടി മാറ്റാം. അങ്ങനെ ഞാൻ വിജയകരമായി ദോശയിൽ നിന്ന് പിന്മാറി വീണ്ടും ഇഡലിയിലോട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ശരിയാവണില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നിങ്ങളെ ആയിരിക്കും എനിക്ക് ദോശ ഉണ്ടാക്കാനൊന്നും അറിയില്ല. എനിക്കറിയാം കേട്ടോ, എന്തായി കാണിച്ചു തരാം. പക്ഷെ എന്തോ പോരാ, ഇന്നെന്തായാലും ഒത്തില്ല. എന്തോ ഇവനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇങ്ങനെ ഉറക്കണം. ഇന്നിപ്പോൾ ദോശ മാറി ഇഡലിയിട്ട് കഴിക്കുക. കറി കടലക്കറിയാണ്. ഒരു കോമ്പിനേഷനും ഇല്ല, പക്ഷേ വേറെ വഴിയില്ല. കൊച്ചിനെ വെച്ചിട്ടൊക്കെ പാടാം നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാത്തിനും. പിന്നെ ഉറക്കാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഉറക്കിയിട്ട് വരാം. ബൈ ബൈ. അങ്ങനെ നല്ല ഉറക്കത്തിനാട്ടോ ഉറങ്ങിയിട്ടോ. അങ്ങനെ ചെയ്തുട്ടനെ ഉറങ്ങിയിട്ടോ. അപ്പോൾ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി രണ്ടാമതൊരു കറി ഉണ്ടാക്കാൻ സമയമില്ല. ആൾ നീക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കണം. പിന്നെ പണികളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഗീതുവിന് സ്കൂളിൽ പോകുന്ന കാരണം നമുക്ക് ഉച്ചയ്ക്ക് കൊടുത്തു വിടണമല്ലോ. അപ്പോൾ കൈയോടെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇനി കഴിക്കാൻ എത്താം. എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. അവന് റാഗിയാണ് ഞാൻ കൊടുക്കാറ്. ഞാനൊരു ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടി അടിച്ചിട്ടുള്ള ജ്യൂസ് കൊടുക്കണം കേട്ടോ. ഇതിലേക്കുള്ള ക്യാരറ്റും ബീറ്റ്റൂട്ടും അടിച്ചതിൻ്റെ വെള്ളം മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ റാഗി ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമുക്കിതിൽ അത് കുറച്ച് ടേസ്റ്റിനായിട്ട് ഞാൻ ചേർക്കുന്നത് ശർക്കര അല്ലെങ്കിൽ പനിവെളുപ്പുണ്ടാക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർക്കുക. പിന്നെ കുറച്ച് നെയ്യ്, നല്ല നെയ്യ് നമുക്ക് കിട്ടും. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യില്ല. നമുക്ക് ഈ പാൽഡയറിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നെയ്യ് കിട്ടും. അപ്പോൾ ആ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇന്നുണ്ടാകുന്നത് ഞാൻ ശർക്കര ഇട്ടേക്കുന്നത് ചേർക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ശർക്കര തീർന്നു കണ്ടാകും. ഇനി വാങ്ങിക്കണം. ഓൾറെഡി ഈ ശർക്കര ഒന്നാമത് വിളയിച്ചിട്ട് അരിച്ചിട്ട് ഞാൻ ഒരു ടിന്നിലേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. വേറെ ഒന്നുമില്ല, ശർക്കരയിലായാലും നമുക്ക് കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാൻ ഡേഞ്ചറാണ്. നമ്മൾ സൂക്ഷിക്കാൻ നമുക്ക് നമ്മളതിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് ശർക്കര അവനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച്
ഒരു നെയ്യ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീടെടുക്കാൻ മറന്നില്ല. എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഗായ്സ് അങ്ങനെയാകുമ്പോൾ ഇത് എഴുന്നേറ്റു അല്ലേ? നിങ്ങളുടെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. പാപ്പ തന്നെയുണ്ടേ. ഇനി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ കുറേ നേരം കളിക്കും കേട്ടോ. കുറേ നേരം കളിച്ച് വിശന്ന് കിടന്നുറങ്ങും കാര്യം പിടിച്ച്. അതാണ് അവൻ്റെ റൂട്ടീൻ. സാധാരണ എല്ലാ പിള്ളേരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുക. എൻ്റെ മോൻ അങ്ങനെയല്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കളിക്കുക അല്ലേ? ഇങ്ങനെ ബേബിയുടെ ഇതാണ്ടോ, നമുക്ക് കണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും കേട്ടോ ബേബിയുടെ. സാധാരണ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്കാണ് കളറ്, ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറുണ്ടല്ലോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഗൈസ്, നിങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ ബേബി അല്ലേ? ഇപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. മഴയല്ലേ, ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ വിചാരിച്ചു. കുളിക്കാം. ഞങ്ങളുടെ കുളി കഴിഞ്ഞു അല്ലേ? നമ്മൾ കുളിച്ചില്ലേ കുഞ്ഞു? സുന്ദരനായില്ലേ ഇപ്പോൾ? ഇന്നെന്തിട്ടേക്കണമെന്നറിയോ? ജേഴ്സി നെയ്മർ. ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി അലക്കാനുണ്ട്, എനിക്ക് കുളിക്കണം. ഇനി ഞാൻ കുറച്ച് നേരം കളിക്കും. കാക്കയുടെ ശബ്ദം കേട്ടാണോ കാന്ന് പറയണേ? കാക്കൊന്നും ഇപ്പം ഇല്ല, രാവിലെ ഉണ്ടായിരുന്നു. ഉണ്ട് കേട്ടോ. കായല്ല കാ. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് കാണാം അല്ലേ? വാശി ഗൈസ്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷായി. ഇന്ന് അംഗനവാടി പോകേണ്ട ദിവസമാണ്. അപ്പോൾ പൊടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. പൊടി വാങ്ങിക്കാൻ പോവാം. മഴക്കാറായതുകൊണ്ട് ഏതോട്ടിനെ കൊണ്ടുപോകണില്ല, ഞാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയൊക്കെ മൊത്തം ചെളിയാണ് കണ്ടോ. ഈ ഒരു പറമ്പിൽ കൂടെയാണ് ഞാൻ പോകണം. 7 പാക്കറ്റ് കിട്ടിയിരുന്നത്. ഡേറ്റ് നോക്കാം. ഒമ്പത് 25. ഓക്കെ, അപ്പോൾ നല്ല ഉറക്കത്തിലാട്ടോ. ഇപ്പോൾ തന്നെ സമയം ഇപ്പോൾ ഒരു 2:15 തോന്നണം. നോക്കട്ടെ, 2:15 അപ്പോൾ അവൻ നീക്കുമ്പോഴേക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ നടക്കില്ല. അപ്പോൾ ഫുഡ് കഴിക്കാം. ചെമ്മീൻ ചമ്മന്തിയും ചോറും ബീട്രൂട്ട് തോരനും കടലക്കറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ കഴിച്ച് എഴുന്നേറ്റുള്ളൂ, അപ്പോഴേക്കും എണീറ്റ് കേട്ടോ ഒരാൾ. ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ ഇനി ഇവൻ്റെ പുറകെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ഫുൾ ടൈം. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു, എ ഡേ ഇൻ മൈ ലൈഫ്. മുഴുവനായിട്ടും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.